വീട്, വസ്തു, ജോലി ഇതിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഇതൊക്കെ നടക്കും. സന്താനപരമായിട്ടുള്ള ഉയർച്ചകൾ, അവരുടെ വിദ്യാഭ്യാസ പുരോഗതികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. ഈ വർഷം എനിക്ക് വിജയിച്ചേ പറ്റൂ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഉറപ്പായിട്ടും ഈ കർക്കിടകക്കൂറുകാർക്കൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതിന് കഴിയും കൂടുതൽ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോഴേ വിഷുവൊക്കെ ഇങ്ങ് എത്തിയല്ലേ. അപ്പോൾ നമുക്ക് ഈ വിഷുഫലം എങ്ങനെയാണ് കർക്കിടകക്കൂറുകാർക്കെന്ന് ഒന്ന് നോക്കിയാലോ. പുണർതം, കാല്, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. കഴിഞ്ഞ വർഷം വളരെ പുരോഗതിയും അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ജീവിതത്തിലെ വിജയങ്ങളും നേട്ടങ്ങളും നല്ല പ്രശസ്തിയും പേരും ഒക്കെ ലഭിച്ച ഒരു കൂറുകാരാണ് കർക്കിടകക്കൂറുകാർ. ഈ വർഷത്തിലും കുഴപ്പങ്ങളൊന്നും ഇല്ല നമുക്ക് പറയാൻ. എന്നിരിക്കലും ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വെച്ച് പുലർത്തണം. മനസ്സിന് ചെറിയ ചെറിയ ക്ലേശങ്ങൾ, രോഗപീഠകൾ അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള വിഷമതകൾ ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു ടൈമായിരിക്കും. വളരെ വേണ്ടപ്പെട്ടവരുടെ ഒരു വേർപാട്, ഒരു പക്ഷേ അവർ വലിയ വിദേശത്തിന് പോകുന്നതായിരിക്കാം, അല്ല ജോലി സംബന്ധമായിട്ട് മാറി നിൽക്കുന്നതാവാം, അങ്ങനെയൊക്കെ ആവാം കേട്ടോ. അങ്ങനെയുള്ളൊരു അകൽച്ച നമുക്കത് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കും. വിഷമതകൾ അല്ലെങ്കിൽ ഓരോ സങ്കടങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ വളരെ ഫ്രണ്ട്ഷിപ്പായിട്ട് നിന്നവർ എന്തെങ്കിലും ഒരു നിസ്സാര കാരണം കൊണ്ട് പിണങ്ങുന്നതാവാം. എന്തിരിക്കലും മനസ്സിന് ആകെ ഒരു വിഷമങ്ങളും കുറച്ച് ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു മനപ്രയാസം, എന്താണെന്നറിയില്ലാത്ത ഒരു മനപ്രയാസം നമ്മളെ വിട്ടുമാറാതിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകാര്യത്തിലാണ്. മത്സരം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമുക്കൊരു മത്സര ബുദ്ധികളൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ മത്സരിച്ച് നമുക്ക് അതിൽ നിന്നൊരു ചെറിയ ചെറിയ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുക. ചതികൾ അല്ലെങ്കിൽ വഞ്ചനകളിലൊക്കെ ചെന്ന് ചാടുക, ഇങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ്സ് ഈ വർഷം നമുക്ക് പറയേണ്ടി വരും. എന്നിരിക്കലും ശരിയായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനകൾ, വ്രതനിഷ്ഠകൾ, മാനസികമായിട്ടുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ബലം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ പുതിയ വീട്, ഭൂമി അതിനൊക്കെ നമ്മൾ ശ്രമിച്ച് നടക്കും. ജോലിക്ക് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ജോലി കിട്ടാനുള്ള യോഗമുണ്ട്. വിവാഹം താമസിച്ചിരിക്കുന്നവർക്ക് അല്ലെ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് ശ്രമിച്ചാൽ നല്ല വിവാഹബന്ധം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് വന്നു ചേരാൻ യോഗമുണ്ട്. അത് നമ്മുടെ കയ്യിലിരിപ്പ് കാരണം അല്ലെ നമ്മുടെ ദേഷ്യ സ്വഭാവം കാരണമൊക്കെ അത് നശിപ്പിച്ച് കളയാതിരിക്കാൻ മാത്രം നമ്മളൊന്ന് സൂക്ഷിക്കുക. കാരണം നമുക്ക് ചെറിയ അകൽച്ചകൾ അല്ലെങ്കിൽ മനസ്സിന് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധനനഷ്ടങ്ങൾ, തൊഴിൽ പരാജയങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ചെറിയൊരു പരാജയം സമ്മതിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഈ കർക്കിടകക്കൂറുകാർ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെയധികം മൈൻഡ് നമ്മൾ ഷാർപ്പാക്കി വെച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. കടങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കിട്ടാനൊക്കെ സാധ്യത കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കുറേ ട്രൈ ചെയ്യേണ്ടി വരും. നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള ഒരു പ്രതിഫലം നമ്മളിലേക്ക് വരാത്തൊരവസ്ഥ വരും, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് കടങ്ങളൊക്കെ അധികം കൊടുത്തു വിടാതെ ബിസിനസ് നല്ല രീതിയിൽ പുരോഗതിയായിട്ട് സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അവരോടാണെങ്കിലും പറഞ്ഞ് പൈസയൊക്കെ വായ്പ, അതായത് കട കൊടുക്കാതെ കണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ആണെങ്കിൽ കൂടി നിന്ന് നമ്മൾ ആ പൈസകൾ മേടിച്ചെടുത്ത് ബിസിനസ് ചെയ്യുന്നതായിരിക്കും ഈ വർഷം നമുക്ക് ഉത്തമം എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ ക്രമക്കേടുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പരാജയമൊക്കെ ചില സമയങ്ങളിൽ ഈ വർഷം നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം. മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും സങ്കടങ്ങളും വിഷമതകളും ഒക്കെ നമ്മൾ എന്നാ കാരണം എന്നറിയാതെ നമ്മളെ അലട്ടാനും സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേക കരുതലും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയും വളരെ ആവശ്യമുള്ള ഒരു സമയമാണ്.
ദമ്പതികൾ തമ്മിലൊക്കെയുള്ള ഐക്യം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് വളരെയധികം ക്ലേശിക്കേണ്ട ഒരു സമയമാണ്. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ മറുവശത്തുള്ള ആൾ മിണ്ടാതിരിക്കുക എന്നുള്ളതായിരിക്കും ഈ വർഷത്തെ ഏറ്റവും നല്ല നമ്മുടെ വിജയമന്ത്രം എന്ന് പറയുന്നത്. ആവശ്യം നമുക്ക് സഹിയിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്ന ആരാണെങ്കിലും അവർക്ക് സഹിയിടുന്ന ഒരു രീതിയിലേക്കൊക്കെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അങ്ങനെയുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക കേട്ടോ. കായിക മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ വിജയിച്ച് പോകാൻ പറ്റും. പേര്, പ്രശസ്തി, അംഗീകാരങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. തൊഴിൽപരമായിട്ടും അവർക്ക് നല്ല അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ ബിസിനസ്സുകാർക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ ചെറിയ മടി കൊണ്ടും അനാസ്ഥ കൊണ്ടും അല്ലെ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, നല്ല രീതിയിലാണല്ലോ, ഇതിങ്ങനെ അങ്ങ് പോയാൽ മതി എന്നൊക്കെയുള്ള ഒരു അനാസ്ഥ വരുന്നത് കൊണ്ടാണ് ഈ ചെറിയ പരാജയങ്ങളെ സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്നത്. നേരെ തിരിച്ച് കൃത്യമായിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് ഇട്ട് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഫോക്കസോടുകൂടി നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്കൊരു ബിസിനസ്സിൻ്റെ പരാജയം ഈ വർഷം അനുഭവിക്കേണ്ടി വരികയുമില്ല കേട്ടോ. അതും പറയാം. കാരണം വളരെ ഫോക്കസായിട്ട്, വളരെ നിഷ്ഠയോടുകൂടി, വളരെ ചിട്ടയായിട്ട് നമ്മൾ നടത്തുന്ന ബിസിനസ്സുകാർക്കൊന്നും ഈ വർഷം പരാജയം വരത്തുമില്ല. കാരണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണല്ലോ ഈ പരാജയം വരിക. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഇതിനൊന്നും യാതൊരു പ്രോബ്ലവും സംഭവിക്കുകയുമില്ല കേട്ടോ. പിന്നെ നമുക്ക് പറയാൻ പറ്റും ദൂരദേശ സഞ്ചാര യോഗമുണ്ട്, വിദേശ യോഗമുണ്ട്, അല്ലെങ്കിൽ ദ്രവ്യനാശം. ദ്രവ്യം നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നതിനുപരി ചിലപ്പോൾ നമ്മൾ വിൽക്കുന്നതാവാം, അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആർക്കെങ്കിലും വായ്പ കൊടുക്കുന്നതാവാം. അതൊക്കെ തിരിച്ചു കിട്ടാനൊക്കെയുള്ള പാട് ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. ശത്രുവർദ്ധനവൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. ശത്രുക്കളെ ഒന്ന് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മിത്രഭാവേന അവർ നമ്മളോടൊപ്പം കൂടിയിട്ട് നമുക്ക് ചെറിയ ദുരിതങ്ങളൊക്കെ ഉണ്ടാക്കി തരിക. കാരണം നമ്മൾ നല്ല വഴിക്കൊരു പോകാനൊരു പ്ലാൻ ഇട്ടിരിക്കുമ്പോഴായിരിക്കും ഇവർ നമ്മോട് പറയുക അത് അത്ര പന്തിയാണോ, അത് വേണോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിൽ അതിലും നല്ലതല്ലേ ഇന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ നമുക്ക് തോന്നുമോ അതാണല്ലോ ബെറ്റർ. അപ്പം മറ്റൊരാളുടെ ഇഷ്ടത്തിനും അല്ലെങ്കിൽ അഭിപ്രായത്തിനും വില കൊടുത്ത് മുന്നോട്ട് പോവാതെ അവനവൻ തീരുമാനിച്ച കാര്യത്തിൽ കൂടി മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെയും ഈ വർഷം വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. പക്ഷേ ചില സമയങ്ങളിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും കാര്യപരാജയങ്ങൾ നേരിടേണ്ട വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാനഹാനിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഇതുകൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ വെച്ച് പുലർത്തുന്നത് വളരെ ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കും. എന്നാൽ നമുക്ക് സന്താനയോഗങ്ങളൊക്കെ ഉള്ള ഒരു വർഷമാണ്. സന്താനയോഗം അല്ലെങ്കിൽ നമുക്ക് നേട്ടങ്ങൾ എന്ന് വെച്ചാൽ സന്താനപരമായിട്ടുള്ള ഉയർച്ചകൾ, അവരുടെ വിദ്യാഭ്യാസ പുരോഗതികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. അതുപോലെ ഇപ്പോൾ പ്രായച്ചെന്ന ഈ കർക്കിടക കൂറുകാർക്കാണെങ്കിൽ അവരുടെ സന്താനങ്ങളിൽ നിന്നുള്ള പുരോഗതി, ധനലാഭം, മാനസികമായ ഉല്ലാസങ്ങൾ, സന്തോഷങ്ങൾ ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പൊതുവിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് കൃത്യമായി നിഷ്ഠയോടുകൂടിയുള്ള പ്രാർത്ഥനകളും ദിനചര്യകളും അതുപോലെ തന്നെ ആഹാരകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം രോഗാവസ്ഥകളൊക്കെ ഒന്ന് മൂർച്ഛിക്കാനൊക്കെയുള്ള അതിൽ നിന്നുള്ള ചെറിയ വിഷമതകളൊക്കെ ഉണ്ടാക്കി തരാനുള്ള യോഗം ഉള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധ അതിൽ വെച്ച് പുലർത്തേണ്ടത് ആവശ്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കഴിവുപോലെ വഴിപാട് ചെയ്യുക, അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനത്തോടു കൂടി, അതായത് നമ്മൾ ദർശനം നടത്തുക എന്ന് പറയുമ്പോൾ വ്രതാനുഷ്ഠാനത്തോടു കൂടി തന്നെ ചെന്ന് നാഗരെ തൊഴുത് അതിനു വേണ്ടുന്ന വഴിപാടുകളൊക്കെ നടത്തി പോരുന്നത് നമുക്ക് ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും. അതിനുവേണ്ടി നമ്മൾ നല്ലപോലെ നിഷ്ഠയോടുകൂടി മനസ്സേകാഗ്രമാക്കി ശുദ്ധമാക്കി നമ്മൾ പോവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പരസ്പരം ഇപ്പം എന്തെങ്കിലും പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, ദമ്പതികളായിക്കോട്ടെ, പരസ്പരം ഒന്നിലധികം ആൾക്കാർ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും ചെറിയ ചെറിയ അസ്വസ്ഥതകളും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ആ സമയം മോശമാണെന്ന് കണ്ടറിഞ്ഞ് നമ്മൾ നിന്ന് അത് പരിഹരിച്ചാൽ തീരുന്ന വിഷയങ്ങളേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്കങ്ങ് പേടിക്കാനൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനൊരു വിഷയം വരുന്നുണ്ട് എന്ന് നമ്മൾ മുൻകൂർ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു വിഷയങ്ങൾ നമുക്ക് ഉണ്ടാവില്ലല്ലോ. നമുക്ക് എന്ത് വിഷയങ്ങളുണ്ടായാലും അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷനിലേക്ക് ചെയ്യാനുള്ള ഒരു മടിയായിരിക്കും നമ്മളെ പലപ്പോഴും അബദ്ധത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിഷ്ഠയോടുകൂടി വ്രതാനുഷ്ഠാനത്തോടുകൂടി ഈശ്വരഭജനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ ചെയ്യുക.
അതുപോലെ തന്നെ നമുക്ക് ഏതൊരു കാര്യത്തിനും വിജയം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ പരാജയം, അല്ലെങ്കിൽ വിജയം മാത്രമല്ല ഈ വർഷം പരാജയങ്ങളും കൂടെ അനുഭവിക്കേണ്ട, പരാജയത്തിൻ്റെ കയ്പുനീരും കൂടി കുടിക്കേണ്ട ഒരു വർഷമായിട്ട് ഈ വർഷത്തെ നമുക്ക് വേണേൽ പറയാൻ പറ്റും വിഷുഫലം. നമുക്ക് മാനസികമായിട്ട് ഒരു ഡൗൺ ആയ അവസ്ഥ, അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് ഒരു വിഷമാവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ല, ഇങ്ങനെ മനസ്സ് ഡൗൺ ആയി പോകുന്നൊരു സിറ്റുവേഷനൊക്കെ പലപ്പോഴും വന്നു ചേരാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് വിഷമിക്കേണ്ട കാര്യമില്ല. പുതിയ വാഹനം, വീട്, വസ്തു, ജോലി, ഇതിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഇതൊക്കെ നടക്കും. അപ്പോൾ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ നമുക്ക് ഉണ്ടായാലും അതിനെയൊക്കെ അങ്ങ് ഓവർകം ചെയ്യാൻ അറിഞ്ഞുകൂടെ നമുക്ക്? അതൊക്കെ നമുക്ക് നിസ്സാരമല്ലേ, നമുക്കതങ്ങ് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. സന്താന യോഗമുള്ള സമയമാണ് കേട്ടോ. വിവാഹമൊക്കെ താമസിക്കുന്നവർ അതിനുവേണ്ടി എന്തായാലും ഈ വർഷം നന്നായിട്ട് ശ്രമിച്ചോളൂ. കാരണം പിന്നീട് നമുക്കതിന് പിന്നെയും കാലതാമസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിഷുവർഷത്തിൽ നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്താൽ, നമുക്ക് ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി അന്വേഷിച്ചാൽ നമുക്ക് വേണ്ടുന്ന ജീവിത പങ്കാളി നമ്മളിലേക്ക് എത്തപ്പെടാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് സമയം ഒട്ടും പാഴാക്കാതെ നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുക. വർഷങ്ങളും നാളുകളും ഒക്കെ നീണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നമ്മളിലേക്ക് എത്തപ്പെടാൻ ഒരുപാട് തടസ്സങ്ങളും കടമ്പകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയെല്ലാം ഒന്ന് മാറ്റി നമ്മൾ നല്ല രീതിയിൽ അതിലേക്ക് ഇറങ്ങി നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭൂമി ലാഭം ഉണ്ടാവും. വളരെ കാലമായി കടങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള ഒരു യോഗം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര ദോഷമാണെന്ന് പറയാൻ പറ്റില്ല, വളരെ നല്ല സമയം തന്നെയാണ്. നമുക്ക് മാനസികമായിട്ട് കുറച്ച് ചെറിയ ചെറിയ വിഷമങ്ങൾ അതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, അതൊക്കെ അങ്ങ് മാറിപ്പൊക്കോളും. നമ്മൾ ശരിക്കും മനസ്സ് ഒന്ന് ഏകാഗ്രമായിട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സത്യസന്ധരും ശുദ്ധഹൃദയരുമാണെങ്കിലും ചില സമയത്തിലെ ഇവരുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ശത്രുത ഉണ്ടാക്കുന്നതുമായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ദേഷ്യഭാവം ഉണ്ടാക്കുന്നതായിരിക്കാം. അങ്ങനെ ശത്രുക്കളെ, അതായത് നമ്മൾ ഉപകാരം ചെയ്തിട്ട് നമ്മുടെ വാക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് തന്നെ നമ്മൾ ശത്രുക്കളെയും കൂടി സൃഷ്ടിച്ചെടുക്കുന്ന ഒരു നക്ഷത്രക്കാരായിരിക്കും കേട്ടോ ഈ കർക്കിടകക്കൂറുകാരിൽ. കാരണം അവരൊന്നും ഉള്ളിൽ വെച്ചോണ്ടൊന്നും അല്ല പറയുക, അല്ലെങ്കിൽ മനസ്സിലൊന്നും കണക്ക് കൂട്ടിയിട്ടൊന്നും ആവില്ല. പിന്നെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോംപ്രമൈസൊക്കെ ചെയ്യേണ്ടി വരും. ജോലിയിലൊക്കെ തുടരുന്നവർക്ക് അതിനകത്തൊക്കെ എന്തെങ്കിലും വീഴ്ചകളൊക്കെ വരാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ പണിഷ്മെൻ്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ഒരു കെയറിങ് ആ കാര്യത്തിലും നമുക്ക് ആവശ്യമാണ് എന്ന് കരുതി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് പറയണത് നമുക്ക് പ്രശ്നമാണെന്നല്ല, നമുക്കതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറയാം. നമ്മളെ കൂടുതൽ ശക്തരാക്കുന്നതിനാണല്ലോ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ലൈഫ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടോ, ഒരു കളിക്കാൻ നമ്മളൊരു ഗെയിമിന് ഇറങ്ങി, അല്ലെങ്കിൽ ആ ഗെയിമിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, വിജയം ഒരാൾക്ക് ഒരു ടീമിനെ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വിജയിക്കാൻ വേണ്ടിയാണ് രണ്ട് കൂട്ടരും, അതായത് ഇപ്പോൾ രണ്ട് പക്ഷത്ത് നിൽക്കുന്നവരും നോക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്കറിയാവുമ്പോൾ ഇത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ആ ഗെയിം അങ്ങോട്ട് പിടിച്ചാൽ 100% വൻ വിജയം നേടാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. ഞാനിത് തോക്കില്ല, ഇതിൽ ഞാൻ വിജയിക്കും, ഈ വർഷം എനിക്ക് വിജയിച്ചേ പറ്റൂ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഉറപ്പായിട്ടും ഈ കർക്കിടകക്കൂറുകാർക്കൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതിന് കഴിയും കൂടുതൽ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും വിഷു ആശംസകൾ. നന്ദി, നമസ്കാരം.